ഇഷ്ക പൂക്കും സ്നേഹ സന്ധ്യ വിരുന്നു വന്നേ. മസ്കത്ത് റുസൈലിലെ ഈ വീട്ടിൽ താമസക്കാർ ഒന്നും രണ്ടുമല്ല. 3 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും പിന്നെ മക്കളുമടക്കം 16 പേർ ഒന്നിച്ചു താമസിക്കുന്ന പ്രവാസി കൂട്ടുകുടുംബം. ഗൾഫിൽ മാത്രമല്ല നാട്ടിൽ പോലും ഇന്ന് ഇതൊരു അപൂർവ കാഴ്ചയാണ്. കരുനാഗപ്പള്ളി കൊച്ചുവിളയിൽ വീട്ടിൽ അബ്ദുൽ ജബ്ബാർ, സഹോദരന്മാരായ അബ്ദുൽ വാഹിദ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ ഗൾഫിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി ഇറക്കുമതി സ്ഥാപനമായ സുഹൂൽ അൽ ഫൈഹയുടെ സാരഥികളായ ഇവർക്ക് നാട്ടിൽ വെവ്വേറെ വീടുണ്ടെങ്കിലും വേറിട്ട് താമസിക്കാറില്ല. നാട്ടിലായാലും എല്ലാവരുമായി ഒന്നിച്ചു കഴിയാനാണ് ഇവരുടെ കുടുംബിനികൾക്കിഷ്ടം. ഒരു ദിവസം പോലും സെപ്പറേറ്റ് അങ്ങോട്ട് മാറിപ്പോകുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അതുകൊണ്ട് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒന്നിച്ച് താമസിക്കുക ഒക്കുന്നിടത്തോളം കാലം. മക്കൾ മുതിർന്നാലും അവർക്കും ഒന്നിച്ചു താമസിക്കാൻ സൗകര്യമുള്ള വില്ല നിർമ്മിക്കുകയാണ് മസ്കത്തിൽ ഇവരിപ്പോൾ. പെരുന്നാൾ ദിനത്തിൽ ഈദ് നമസ്കാരത്തിലും സദ്യയിലും വിനോദയാത്രയിലുമെല്ലാം ഇവർ ഒന്നിച്ചുണ്ടാകും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന കവിവചനം ശരിവെക്കുകയാണ് ഈ സഹോദരങ്ങൾ. എല്ലാ പെരുന്നാളുകളും നൽകുന്നത് സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. മസ്കത്തിലെ ഈ പ്രവാസി കൂട്ടുകുടുംബത്തിന് നൽകാനുള്ള സന്ദേശവും മറ്റൊന്നല്ല. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.